ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കാസർഗോഡുകാരുടെ മാത്രം സ്പെഷ്യലായിട്ടുള്ള ഓട്ടുപൊളയുടെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഓട്ടുപോള ഉണ്ടാക്കാൻ ഞാൻ 2 കപ്പ് അരിൻ്റെ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് പോത്തിയിട്ട് ക്ലീനാക്കിയിട്ട് വെച്ച അരിയാണ്. അപ്പോൾ അത് നമുക്ക് ഈ മിക്സിൻ്റെ ഈ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ഈ ഓട്ടുപോള ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കല്ല. തേങ്ങ ഇടുന്നെങ്കിൽ തന്നെ കുറച്ച് പേരിനിട്ട് കൊടുക്കും. ചോറ് കൂടുതലിടും. ഇപ്പോൾ 2 കപ്പ് അരിക്ക് 1.5 കപ്പ് ചോറ് ആ ഒരു രീതിയിലാണ്. ഞാനിപ്പോൾ കുറച്ച് മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ആഡ് ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ ആഡ് ആക്കുന്നില്ലെങ്കിൽ 1.5 കപ്പ് ചോറ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് ഇടാളെന്ന് വെച്ചിട്ടുണ്ട്. ഇത് 1.5 കപ്പ് തിക്കായിട്ടുള്ള പാലും 1/2 കപ്പ് വെള്ളവും ആ ഒരു രീതിയിൽ എടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ. അപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ കൂട്ടുന്ന സംഭവം രേനാവോ പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായി. പിന്നെ തേങ്ങാപ്പാൽ ചേർത്തെങ്കിൽ ടേസ്റ്റ് കൂടുന്നല്ലാതെ കുറയാലോ. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പും കൂടെ വെള്ളമെല്ലാം പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ള. എന്നിട്ട് ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കുക. അപ്പോൾ നല്ല പാങ്ങല അരച്ചെടുത്തിന് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇത്ര തിക്ക് വേണ്ട. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. അപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പാങ്ങല മിക്സാക്കാം. അപ്പോൾ നല്ല പാങ്ങല മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതിയാവും അതിൻ്റെ ഒരു ഇത് കട്ടി. നല്ലോണം കട്ടിയുമല്ല നല്ലോണം ലൂസുമല്ല. നമ്മൾ ഇഡ്ഡലിയെല്ലാം ഉണ്ടാക്കുന്നില്ല, അതിനേക്കാളും കുറച്ച് ലൂസായിട്ട് തന്നെ വേണ്ടത്. പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഓട്ടുപോളൻ്റെ ഓട് നല്ല പാങ്ങല ചൂടായിട്ടുണ്ട്. എണ്ണ കുറച്ച് തേച്ച് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഓടില്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെയിലും ചുട്ടെടുക്കുക. മാത്രം ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഓയിലുണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ എണ്ണ പാങ്ങല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ പുട്ട് ഒരു കയ്യിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മെല്ലെ നടുവിൽ മെല്ലെ ഒന്ന് നിരത്താം. നല്ലോണം നിരത്തണ്ട, മെല്ലെ ഒന്ന് നിരത്തിയിട്ട് മൂടിയിട്ട് ചുട്ടെടുത്താൽ കായി. നല്ലോണം വലിയ തീയിൽ വെക്കണ്ട, കുറച്ച് മീഡിയം തീയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ തീയില മറ്റും വെച്ചിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ സൈഡെല്ലാം കാഞ്ഞിട്ട് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് എടുക്കാൻ കഴിയും. പിന്നെ ഇങ്ങനത്തെ ചട്ടത്തിനായിട്ടും സ്റ്റീലിൻ്റെ ചട്ടാവും നല്ലത്. അപ്പോൾ നല്ല നേരായിന് നമ്മൾ ഓട്ടുപോള. അപ്പോൾ നല്ല പാങ്ങും ഉണ്ടാവും ഇത് തിന്നാൻ. ആ ഒരു ബെല്ലൗട്ട തേങ്ങാപ്പാൽ അല്ലെങ്കിൽ കോഴിൻ്റെ കറി അതിലെല്ലാം കൂട്ടി കഴിക്കാനൊക്കെ നല്ല പാങ്ങ് തന്നെ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ചുട്ടെങ്കിലായി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരെല്ലാം ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമെല്ലാം അറിയിക്കുക. കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാവോ എന്തുണ്ടെങ്കിലും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.